ഈ അടുത്ത നാളുകളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി, ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട്. ആ അനുഭവം എനിക്ക് ഡേറ്റൊക്കെ ഞാൻ മറന്നുപോയി. എന്നാൽ ഈ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസമാണോ ഒക്ടോബറാണോ ഓർക്കുന്നില്ല. ഓസ്ട്രേലിയ പോയെന്ന് ഒക്ടോബർ. അപ്പോൾ പിന്നെ ഡേറ്റ് ഞാൻ മറന്നുപോയി. ഏതോ ഒരു ദിവസം എനിക്ക് തിരുവനന്തപുരത്തു നിന്ന് രാത്രി 11:30 മലേഷ്യൻ എയർലൈൻസിൽ ഓസ്ട്രേലിയക്ക് പോകണം. തിരുവനന്തപുരത്തു നിന്ന് രാത്രി 11:30. തലേ ദിവസമായിട്ടും എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല. പിറ്റേ ദിവസം മുതൽ ഓസ്ട്രേലിയയിൽ ധ്യാനം തുടങ്ങുകയാണ്. അപ്പോൾ പാസ്പോർട്ടില്ല. പാസ്പോർട്ട് എവിടെ കിടക്കുന്നതെന്നറിയാമോ? കാനഡ എംബസിയിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ട്രാവൽ ഏജൻറ്റ് എന്നോട് പറഞ്ഞത്, ഈ പാസ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം പരമാവധി അതിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് 10 അല്ല, ഒരു 20 ദിവസം മുന്നിൽ കണ്ട് ഞാൻ അതിനു മുമ്പ് കാനഡ എംബസിക്ക് പാസ്പോർട്ട് അയച്ചതാണ്. പക്ഷേ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വന്നിട്ടില്ല. ഓസ്ട്രേലിയയിലെ ആളുകൾ അവധിയൊക്കെ എടുത്ത് 3 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. ചെന്നില്ലെങ്കിൽ അവർ വിമാനം ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് എന്നെ തല്ലും. കാരണം നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട്, ഇപ്പം നാട്ടിലൊക്കെയാണ് പിന്നെ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. വിദേശത്ത് അവരുടെ ജോലിയും മാറ്റിവെച്ച് എല്ലാം നേരത്തെ ലീവ് എടുത്ത് ബുക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ധ്യാനത്തിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, മാത്രമല്ല ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുന്നത് ധ്യാനത്തിന് വേണ്ടി. അപ്പോൾ അതെല്ലാം അവരെ സംബന്ധിച്ച് വലിയ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കും. അവരെന്നെ ഇവിടെ വന്ന് തല്ലും. തല്ലിയില്ലെങ്കിലും അത് മോശമാണ് പോകാതിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പാസ്പോർട്ടില്ല. ഞാനിങ്ങനെ പലരോട് ആലോചിച്ചു, അന്വേഷിച്ചു, പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? അവർ പറഞ്ഞ്, എന്ത് മണ്ടത്തരാണ് പറയുന്നത്, പാസ്പോർട്ട് ഇല്ലാതെ വിമാനത്തിൽ കയറ്റുമോ? പിന്നെ എന്താ വഴി? തലേന്നായിട്ടും ഇല്ല. അപ്പോഴാണ് ഞാൻ ഒരാളോട് വിളിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ആകെ ഒരു വഴിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഈ ഒരു ദിവസം കൊണ്ട് ഡൽഹിയിലെ കാനഡ എംബസിയിൽ നിന്ന് അച്ഛൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവരയച്ചാൽ പോലും അതിവിടെ വരില്ല. ഇനി കാനഡ എംബസിയിലാണ് കിടക്കുന്നത്. അവരെ അറിയിക്കാൻ എന്താ വഴി? അവരെ അറിയിക്കാൻ ഏക വഴി ഒരു മെയിൽ അയക്കുക. അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മാസങ്ങൾ ആണ് കാനഡ എംബസി പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ മെയിൽ അച്ഛൻ അയച്ചാൽ തന്നെ അവർ കാണുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പം ഇന്ന് രാത്രിയാണ് എനിക്ക് പോകേണ്ടതെന്ന് വിചാരിക്കുക. ഇന്ന് രാവിലെ ബ്രദറുണ്ട്, ഞാൻ ബ്രദറിനെയും കൂട്ടി ബാഗെല്ലാം എടുത്ത് രാവിലെ ഡൽഹിക്ക് പോയി. പോകുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാരോട് പറഞ്ഞു, കുർബാന അർപ്പിച്ചോളുക. ഒരിക്കലും അഴിയാത്ത കുരുക്കുകൾ വരുമ്പോൾ എൻ്റെ മുന്നിൽ ആ കുരുക്കഴിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ബലി അർപ്പിക്കുക എന്നുള്ളതാണ്. ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാർക്ക് അതറിയാം. അതുകൊണ്ട് അവർ സമയമെടുത്ത് കുർബാന അർപ്പിക്കും. ചിലപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂറൊക്കെ എടുത്ത് കുർബാന അർപ്പിക്കും. ഇപ്പം ഞാൻ വെളുപ്പിന് ഡൽഹിക്ക് പോയി, അവർ കുർബാന തുടങ്ങി. ഡൽഹിക്ക് ചെന്നിട്ട് അപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഒരാൾ തന്നു. അച്ഛാ, ഈ പേര് പറയാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ശശി തരൂർ MP, അദ്ദേഹത്തിന് ഈ വിദേശകാര്യവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇമെയിൽ അയച്ചാൽ ചിലപ്പോൾ പാസ്പോർട്ട് കിട്ടുമായിരിക്കും. ഇതെന്നോട് തലേന്നൊരാൾ പറഞ്ഞായിരുന്നു. അപ്പം അതനുസരിച്ച് ഞാൻ ശശി തരൂരിൻ്റെ സെക്രട്ടറിമാരെ എനിക്ക് പരിചയമുള്ള ആളുകൾ വഴി വിളിച്ചു. 2 പേരും എനിക്ക് ഉറപ്പ് തന്നു, ഇന്ന് തന്നെ ശശി തരൂരിനെ കൊണ്ട് മെയിൽ അയപ്പിക്കും. പിന്നെ ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാവം ഞാൻ അത് വിശ്വസിച്ചു.
പിറ്റേ ദിവസം ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഞാൻ ക്ലിമീസ് പിതാവിനെ വിളിച്ചു. അദ്ദേഹം വന്ന് റോമിലാണ്. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്കിന്ന് രാത്രി പോകേണ്ടതാണ്, പാസ്പോർട്ട് എൻ്റെ കയ്യിലില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കൂടാതെ അങ്ങേക്ക് ശശി തരൂരുമായിട്ടൊരു അടുപ്പമുള്ളതായിട്ട് എനിക്കറിയാം, അദ്ദേഹത്തോടൊന്ന് പറയാമോ, ഒരു മെയിൽ അയക്കാൻ. ഞാൻ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരെ കൊണ്ട് മെയിൽ അയപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിതാവ് ഒന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ വിളിക്കും. അപ്പോൾ പിതാവ് അദ്ദേഹം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പിതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, ആരോട് പറയാനാണ് പിതാവേ, ആരോട് പറയാനാണ്? കാനഡ ഹൈക്കമ്മീഷണറെ ഇന്ത്യ പുറത്താക്കി, ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കാനഡയും പുറത്താക്കി. ആരോട് പറയാനാണ്? ആരോടെ പറയണ്ടേ? അദ്ദേഹം പറഞ്ഞു, ആ പിതാവിൻ്റെ ആ അച്ഛനോട് പറഞ്ഞേക്കുക, ഇപ്പം പോവാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അവരോട് പറഞ്ഞിട്ട് ഡേറ്റ് മാറ്റ്. അപ്പോൾ ഇതാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മാനുഷികമായിട്ട് ഇനി ഒരു വഴിയില്ല. ഇനി മനുഷ്യൻ്റെ കയ്യിലൂടെ ഇത് നടക്കില്ല. എന്നാൽ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചുരുക്കി പറയാം, ഉച്ചയ്ക്ക് 2 മണിക്ക് കാനഡ എംബസിയിൽ നിന്ന് 5 കൊല്ലത്തേക്ക് കാനഡ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കൈ കിട്ടി. അന്ന് രാത്രി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഏതഴിയാത്ത കുരുക്കും ബലിപീഠത്തിൽ അഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ അന്വേഷണം, പഴയ നിയമ ജനത, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത ദൈവത്തെ ആരാധിച്ചത് എങ്ങനെയാണ്? അവരുടെ ആരാധനാ വിധികൾ എങ്ങനെയായിരുന്നു? നമ്മൾ ബൈബിളിൽ പല വിധത്തിൽ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പല തരത്തിൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ ചില ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ബൈബിളിലെ ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ഈ അബ്രഹാമിൻ്റെ ഭൃത്യനായിരുന്ന ഏലിയാസർ എന്ന് പറയുന്ന ഒരാള് ഒരിക്കല് അബ്രഹാമിൻ്റെ കൽപ്പന അനുസരിച്ച് മകൻ ഇസഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്താനായി അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ യാത്ര തിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ആ ഒരു സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാചകം, അതാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്ക് വായിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അബ്രഹാമിൻ്റെ ഭൃത്യൻ ഏലിയാസർ ഇസഹാക്കിന് ഒരു ഭാര്യയെ അന്വേഷിച്ച് അദ്ദേഹം അബ്രഹാമിൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയും അബ്രഹാം ജീവിച്ചിരുന്ന നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അബ്രഹാം ദൈവത്തെ ആരാധിച്ചിരുന്ന പ്രകാരം ഏലിയാസർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചൊരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി അധ്യായം 24 വാക്യം 52. ജനേസിസ് 24:52. ഉൽപ്പത്തി 24:52. ഉറക്കെ വായിക്കാമോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് ദൈവത്തെ ആരാധിച്ചു. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. ഇനി പുറപ്പാട് പുസ്തകം, അടുത്തത് പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം. മോശ
ഈജിപ്ത് ദേശത്ത് ചെന്ന് ദൈവജനത്തെ ദൈവം വിടുവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചൊരു വചനം വായിക്കാം. പുറപ്പാട് 4-ാം അധ്യായം 31-ാം വാക്യം. എക്സോഡസ് 4:31. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചിരിക്കുന്നുവെന്നും, ഉറക്കെ വായിക്കുക, അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവൻ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. അപ്പോ ആദ്യത്തേതില് താണു വീണ് ആരാധിച്ചു. ഇവിടെ നമ്മൾ കാണുകയാണ് അവർ തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇനി നമുക്ക് സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വചനം വായിക്കാം. സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന വചനം 2 ദിനവൃത്താന്തം അധ്യായം 6. 2 Chronicles chapter 6. 2 ദിനവൃത്താന്തം അധ്യായം 6. 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. കണ്ടോ, കൈകൾ വിരിച്ചു പിടിച്ചു. താണു വീണ് ആരാധിച്ചു, തലവണങ്ങി ആരാധിച്ചു, കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത വാക്യം. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ടുണ്ടാക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 95 6-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 95 വാക്യം 6. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. മുട്ടുകുത്തി ആരാധിക്കുക, കുമ്പിട്ട് ആരാധിക്കുക, കൈകൾ അടിച്ച് ആരാധിക്കുക, കൈത്താളങ്ങളോട് ആരാധിക്കുക. ഇനി സങ്കീർത്തനം പറയുന്നുണ്ട് നൃത്തമാടി ആരാധിക്കുക. ഇങ്ങനെ പല ആരാധനാ രീതികളുണ്ടായിരുന്നു. മിറിയാം, മോശയുടെ പെങ്ങളായ മിറിയാം തപ്പെടുത്ത് കൊട്ടി നൃത്തമാടി ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ ബൈബിളില് ശ്രദ്ധിക്കുക, പല ആരാധനാ രീതികളുണ്ടായിരുന്നു. ഇനി അവര് കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു. പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് കീർത്തനങ്ങൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഈ ആരാധനാ രീതികളെല്ലാം ബൈബിളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, കേൾക്കുന്നുണ്ടോ, ഈ പറഞ്ഞ ആരാധനാ രീതികൾ കൈയടിച്ച്, കൈ ഉയർത്തി, കൈ വിരിച്ച്, മുട്ടുകുത്തി, തലവണങ്ങി, താണുവീണ്, സാഷ്ടാംഗം പ്രണമിച്ച്, നൃത്തമാടി, കീർത്തനം പാടി, തപ്പുകൊട്ടി എല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ബൈബിളിലെ പ്രധാനപ്പെട്ട ആരാധനാ രീതി ഇതൊന്നും ആയിരുന്നില്ല. പിന്നെന്തായിരുന്നു? എന്തായിരുന്നു? ഇതെല്ലാം ബൈബിളിലെ ആരാധനാ വിധികളായിരിക്കുമ്പോൾ തന്നെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ദൈവമക്കള് ദൈവത്തെ ആരാധിക്കണമെന്ന് ആദ്യന്തം ബൈബിള് നൽകുന്ന കൽപ്പന എങ്ങനെ ആരാധിക്കണമെന്നാണ്? ബലി അർപ്പിച്ച് ആരാധിക്കണം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. ഇപ്പൊ ഇത് എഴുതുക, നിങ്ങളുടെ ചങ്കിനകത്ത് ഇത് എഴുതുക. ബൈബിളിലെ ആരാധനാ രീതി ബലിയർപ്പിച്ചുള്ള ആരാധനയാണ്. ഹല്ലേലൂയ. അതായത് ദൈവത്തെ ദൈവമക്കൾ ആരാധിക്കണമെന്ന് ബൈബിളിലെ ദൈവം കൽപ്പിച്ചത് ബലിയർപ്പിച്ച് ആരാധിക്കണം. അത് നമ്മൾ കാണാൻ പോവാണ്. ബലിയർപ്പിച്ചുള്ള ആരാധനാ രീതികൾ നമുക്ക് ഉൽപ്പത്തി മുതൽ പെട്ടെന്ന് കുറച്ച് വചനങ്ങളൊന്ന് വായിച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിൽ പതിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ബലിയർപ്പണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലാണ്. ഞാൻ വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആരാണ് ബലിയർപ്പിച്ചത്? കായേനും ആബേലും. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ, ആദി മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ, ആദി തലമുറകളിൽ തന്നെ അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു? ബലിയർപ്പിച്ച്. അപ്പൊ കായേനും ആബേലും, കായേൻ തന്റെ കൃഷി ഭൂമിയിൽ നിന്നെടുത്ത വിളവുകളിൽ ചിലതെടുത്ത് ദൈവത്തിന് ആരാധന ബലിയർപ്പിച്ചു. ഇനി ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് കർത്താവിന് സമർപ്പിച്ചു. ഇത് ഒരു ബലിയർപ്പണ രീതിയായിട്ടാണ് ആദിമസഭ തൊട്ട് പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ കായേനും ആബേലും അർപ്പിച്ചതിനെ ബലിയായിട്ടാണ് സഭാപിതാക്കന്മാർ കണ്ടിട്ടുള്ളത്. ഇത് കാഴ്ചവെക്കുക എന്നതിനപ്പുറത്ത് ഇതൊരു ബലിയർപ്പണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ ബലി. ഇനി നമ്മൾ കാണുന്ന രണ്ടാമത്തെ ബലിയർപ്പണം. ഞാൻ എങ്ങനെയാണ് ബൈബിളിലെ ദൈവമക്കള് ദൈവത്തെ ആരാധിച്ചത് എന്നതിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അടുത്തത് കാണുന്നത് നോഹ.
വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം മുതൽ. ജനേസിസ് 8:20 ഓൺവേർഡ്സ്. ഉറക്കെ വായിക്കുക. ഉൽപ്പത്തി 8:20 മുതൽ. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ഒരു ചെറിയ വിശദാംശം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പെട്ടകത്തിനകത്തേക്ക് മൃഗങ്ങളെ കയറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഇപ്രകാരം ഒരു സൂചന നൽകിയിരുന്നു. വായിക്കാം. 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ്, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെയാണ് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് വായിക്കണം. 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവമൃഗങ്ങളിലും നിന്ന് ആ ഡീറ്റെയിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി എത്ര ജോഡിയാ? 7 ജോഡി. ശുദ്ധി ഇല്ലാത്തതിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡി. ഇതൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോവാൻ ഇടയുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ശ്രദ്ധിക്കുക ഇത്. അതായത് പെട്ടകത്തിനകത്തേക്ക് കയറ്റാൻ ആവശ്യപ്പെട്ടപ്പോ ദൈവം പറഞ്ഞു ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെല്ലാം 1 ജോഡി മതി, ശുദ്ധിയുള്ളതോ 7 ജോഡി. അതെന്തിനാ? ഈ പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബലി അർപ്പിക്കുന്നത് ഏത് മൃഗത്തെയാ? ശുദ്ധിയുള്ളതാണോ ശുദ്ധിയില്ലാത്തതാണോ? ബലി നടക്കാൻ വേണ്ടിയിട്ടാണ്, ബലി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധിയുള്ളതിന് 7 ജോഡി. മനസ്സിലാവുന്ന പറയുന്നേ. അപ്പൊ അതുകൊണ്ടാണ് 20-ാമത്തെ വാക്യം, ഈ 8:20, ഉൽപ്പത്തി 8:20. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് അപ്പോ പ്രളയം കൊണ്ട് ഭൂമി നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവം പറയുകയാണ് ബലി നിന്ന് പോകാൻ പാടില്ല, ബലി നിന്ന് പോകാൻ പാടാതെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ശുദ്ധിയുള്ള മൃഗത്തെ 7 കെട്ടിക്കോണം. അപ്പൊ അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന 2-ാമത്തെ ബലി. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോകുമ്പോ, അബ്രഹാമിലേക്ക് പോകുമ്പോ, അബ്രഹാം എങ്ങനെയാണ് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചത്? നമുക്കതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം 4 മുതൽ വായിക്കുക. ജനേസിസ് 12:4. ഉൽപ്പത്തി 12:4 മുതൽ. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം, ഉറക്കെ വായിക്കുക, ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ എത്തിച്ചേർന്നു. മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. ഉച്ചത്തിൽ വായിക്കുക. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു.